ലോകരക്ഷകനായി ഭൂമിയിൽ അവതരിച്ചവന് വന്ദനം. മാനവരാശിയുടെ രക്ഷകനായി അവതരിച്ചവന് ഭൂമിയിലെങ്ങും ഒരു പാർപ്പിടം ഒരുക്കപ്പെട്ടിരുന്നില്ല. ദൈവമാതാവും യോസേപ്പിതാവും എല്ലാ വാതിൽക്കലും മുട്ടിയിട്ട് പോലും ഉണ്ണി ഈശോയുടെ പിറവിക്കായി ഉണ്ടായിരുന്നത് വെറും ഒരു പുൽത്തൊഴുത്ത് മാത്രമായിരുന്നു. തൻ്റെ ജനനം മുതൽ മരണം വരെ അവഗണനയും ശാസനകളും പരീക്ഷണങ്ങളെയും മാത്രം നേരിടേണ്ടി വന്നവൻ ഈ എല്ലാ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ട് പോലും ഈശോ എങ്ങും തളർന്നിട്ടില്ല. തന്നിൽ എല്ലാ ദൈവിക ശക്തി ഉണ്ടായിട്ടും ദൈവവുമായിരുന്നിട്ട് പോലും അവൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് ജീവിച്ചു. സ്നേഹം കൊണ്ട് മാത്രം എല്ലാ പ്രതിസന്ധികളും നേരിട്ടു. പക്ഷേ ഈശോ ഭൂമിയിൽ വെറുമൊരു രക്ഷകൻ മാത്രമായിരുന്നില്ല. അവൻ നീതിമാന്മാരിൽ നീതിമാൻ, രാജാക്കന്മാരുടെ രാജാവായിരുന്നു, ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു, രോഗികൾക്ക് ഹൃദയസ്പർശിയായി വൈദ്യനായിരുന്നു, ദുഷ്ടശക്തികൾക്ക് സൈന്യങ്ങളുടെ ധീരനായകനായിരുന്നു. അവൻ നിരാലംബന്മാരുടെ നിറസാന്നിധ്യമായിരുന്നു. എല്ലാത്തിനും ഉപരിയായി അവൻ എന്നും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു.